Football is my life. To play football, you got to play football. To learn football, you got to teach football. A good coach preaches mouth and teaches feet. Football has no life. When you buy a football, it has no life. എൻ്റെ മദർ ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയറാണ്. എൻ്റെ ഫാദർ ഹോക്കി പ്ലെയറായിരുന്നു. മദർ ഇങ്ങനെ കൈ പിടിക്കും, ഞാനിങ്ങനെ എറിഞ്ഞു കൊടുക്കും. ഇത് കണ്ട് ഒരു ദിവസം എൻ്റെ ഫാദർ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഷട്ട് അപ്പ്, സ്റ്റോപ്പ് ഇറ്റ്, നോ യു മസ്റ്റ് പ്ലേ ഹോക്കി. ഫാദർ ഹോക്കി പ്ലെയറാണ്. അമ്മയും അച്ഛനും അമ്മയും ഭയങ്കര തർക്കം. എൻ്റെ ഗ്രാൻഡ് മദർ വന്നു, ഷടാപ്പ് മമ്മീൻ്റെ ഷടാപ്പ് മുണ്ടരെന്ന് പറയും. എന്താ കാര്യം? അപ്പം മദർ പറഞ്ഞു, ഐ വോണ്ട് ടു പ്ലേ ബാസ്കറ്റ് ബോൾ, ഐ വോണ്ട് ടു പ്ലേ ഹോക്കി. ഷടാപ്പ്. അപ്പം എന്നോട് ചോദിച്ചു, എനിക്ക് എന്ത് കളിക്കണം? ഞാൻ പറഞ്ഞു, എനിക്ക് ഫുട്ബോൾ ഹോക്കി കളിക്കണം. സത്യം ഞാൻ പറയും. അത് എന്നാൽ യു പ്ലേ ഫുട്ബോൾ. ഇത് കേട്ടപ്പോൾ എൻ്റെ മദർ കരിഞ്ഞ് മുറിയിൽ പോയി പൂട്ടി. മമ്മി മുറിയിൽ കയറിയിട്ട് അവിടെ പൂട്ടി. കുറച്ച് നോക്കി മദർ പറഞ്ഞു. അപ്പോൾ എൻ്റെ നാന പറഞ്ഞു, നീ പോയി അമ്മനെ വിളിക്ക്. ഞാൻ പോയി കൊട്ടിയിട്ട് അമ്മ എനിക്ക് മമ്മി ഞാൻ മരിക്കാൻ പോകണം, ഐ എം ഗോയിങ് ടു ഡൈ മമ്മി. ഇത് കേട്ടപ്പോൾ മമ്മിക്ക് ഭയങ്കര സങ്കടം. വാലോറ് വന്നിട്ട് ആ പന്തെടുത്ത് എൻ്റെ നാനെടുത്ത് പോയിട്ട്, സോറി നാന, ലെറ്റ് ഹിം പ്ലേ ഫുട്ബോൾ. ആ പന്ത് തയ്ച്ചത് അമ്മ എനിക്ക് പന്തടിക്കാൻ. അങ്ങനെയാണ് ഞാൻ ഹോക്കി ഫുട്ബോൾ. എൻ്റെ ആദ്യത്തെ പന്ത് ഒതളങ്ങയാണ്. അതിപ്പോഴും ഉണ്ട്. ഞാൻ ഈ ഒതളം കൊണ്ട് കളിക്കുമ്പോൾ ഈ കൊച്ചിൻ അവിടെ ഒരു യുണൈറ്റഡ് ക്ലബ്ബുണ്ട്, ഒരു ഡോക്ടർ ഷെഡായി. റൂഫസ്, വാട്ട് ആർ യു പ്ലേയിങ് വിത്ത് ദിസ് ഫ്രൂട്ട്? ഐ സെഡ്, ഡോക്ടർ നോ ബോൾ. യു വെയിറ്റ്. അപ്പോൾ അവിടെ ടെന്നീസ് കളിക്കുന്നില്ലേ, ഈ പന്ത് റോട്ടിപ്പോൾ നമ്മൾ എടുത്തു കൊടുക്കും. അപ്പോൾ ഒരു പന്ത് ടെന്നീസ് ബോൾ വന്നു. അതും വെച്ചിട്ട് ഞാൻ രണ്ടാമത്തെ സ്കൂളിൽ ഇപ്പോൾ സാൻഡ്സ് ഗ്രൗണ്ടിൽ കളിച്ചു. ഇപ്പോൾ 54 ഇയേഴ്സായി. ഞാൻ ഫുട്ബോൾ സെമി പ്രൊഫഷണൽ കളിച്ച ഈ ഗ്രൗണ്ടാണ്. എൻ്റെ ഗുരു വന്ന് പറഞ്ഞ്, ഞാൻ പോണേണ്, കൊച്ചിയിൽ ആരുമില്ല, നീ ഇവിടെ വന്നിട്ട് ആ ക്ലബിൻ്റെ പേര്, എൻ്റെ ആത്മാവ് ഉറങ്ങണം, നീ വരണം. അവൻ അബുക്കല്ലേ എന്നൊരു പ്ലെയറാക്കി. തീർച്ചയായും എനിക്ക് സന്തോഷമുള്ളൂ. ആ ടീം ജാഫർ മരിച്ചുപോയി, ജാഫർ ഉണ്ടായിരുന്നു, വലിയ എല്ലാം ഒരുപാട് സ്റ്റേറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. അവരെ ഞാൻ കോച്ച് ചെയ്ത്, ഈ ഗ്രൗണ്ടിൽ കോച്ച് ചെയ്ത്, ഈ ഗ്രൗണ്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഡോൺ ബോസ്കോ ഗ്രൗണ്ടിലായിരുന്നു ആ ടൂർണമെൻറ്റ്. അവിടെ പോയി ആ ടൂർണമെൻറ്റ് ജാഫറായിരുന്നു ക്യാപ്റ്റൻ. ആ ടൂർ നമ്മൾ ജയിച്ച് കപ്പ് നേടിക്കൊണ്ട് ഞാൻ മെഡൽസ് പോയി. അന്നാണ് എൻ്റെ കോച്ചിങ് മൈൻഡ് ഇവിടെ വന്നപ്പോഴും തിരിച്ചും ആ യങ്സ്റ്റേഴ്സ് ക്ലബ്ബ് അബുക്ക മരിച്ചുപോയി. പക്ഷേ ആ ക്ലബ്ബ് നടത്താൻ ആരും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ ക്ലബ്ബ് കോച്ച് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനൊരു ക്ലബ്ബ് ഫോം ചെയ്ത്, സാന്തോസ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഫോം. ആ ക്ലബ്ബിന് കളിച്ചാൽ ഈ പ്ലേയേഴ്സെല്ലാം നല്ല നിലയിലെത്തി. ഹോക്കി പ്ലേയേഴ്സുണ്ട്, ഒളിമ്പിക്സ് കളിച്ച പ്ലേയേഴ്സുണ്ട്, സ്റ്റേറ്റ് കളിച്ച പ്ലേയേഴ്സുണ്ട്. ഇതെല്ലാം ഹോക്കിയും ഫുട്ബോളും. എനിക്ക് തോന്നുന്നില്ല വേറൊരു കോച്ചും ഹോക്കിയും ഫുട്ബോളും. ഞാൻ കാലത്തടിക്കുമ്പോൾ ഫുട്ബോൾ എൻ്റെ മൈൻഡിൽ കൊണ്ടുവരും. ഞാൻ ഗ്രൗണ്ടിൽ വരുമ്പോൾ ആ ഫുട്ബോൾ വെച്ചിട്ട് എൻ്റെ പിള്ളേർക്ക് തട്ടി കൊടുക്കും. ഇതാണ് ഒരു ക്യാരക്ടർ. 5:20 ഇവിടെ എത്തണം. ഞാൻ മരിച്ചെങ്കിലും ഇവിടെ ഉണ്ടാവും. ഞാൻ ഫോഴ്സ് ചെയ്യില്ല. ഇവിടെ ഒരു നിയമമുണ്ട്, ഒരു ഡിസിപ്ലിനുണ്ട്, ക്യാരക്ടറാണ്. അത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡിസിപ്ലിനാണ്. ലേറ്റായിട്ട് വന്നവരെ ഞാൻ കളിപ്പിക്കില്ല, ടൈമിൽ വന്നവരെ മാത്രം കളിപ്പിക്കില്ല. അത് അവർക്കൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യണം. ഞാൻ 10 പൈസ മേടിക്കില്ല. ഒരു കൊല്ലത്തേക്ക് 3000 രൂപ തരണം. ഒരുപാട് പിള്ളേർ തന്നില്ല, ആരും പുറത്താക്കില്ല. ഈ ഗ്രൗണ്ടിൽ ഞാൻ കോച്ച് ചെയ്ത ഒരുപാട് പ്ലെയേഴ്സ് ഫുട്ബോൾ ഹോക്കിയും വേണ്ടി ഇന്ത്യക്ക് സ്റ്റേറ്റിന് കളിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരു KM അബൂക്കയാണ്. ഞാൻ യങ്സ്റ്റേഴ്സ് സ്പോർട്സ് ക്ലബിനാണ് ആദ്യം കളിച്ചത്. 1954 തിരുക്കൊച്ചി സ്റ്റേറ്റ് ഹോക്കി ക്യാപ്റ്റനായിരുന്നു, ബാംഗ്ലൂരിലായിരുന്നു. ആദ്യമാണ് തിരുക്കൊച്ചി, അന്ന് തിരുക്കൊച്ചിയാണ്, കേരളമല്ല. 1959 വരെ ഞാനിവിടെ കളിച്ച്, തിരുക്കൊച്ചിക്ക് കളിച്ച്. ഞാൻ മദ്രാസിൽ പോയി ആദ്യം കളിച്ച് നേതാജി സ്പോർട്സ് ക്ലബിനാണ്. അവിടുന്ന് വെസ്റ്റേൺ ഇന്ത്യ മാച്ച് കമ്പനി, വിംകോ, ഏറ്റവും വലിയൊരു മാച്ച് കമ്പനി ഇന്ത്യയിലാണ്. മദ്രാസ് സ്റ്റേറ്റിന് ഹോക്കിയും ഫുട്ബോളിന് വേണ്ടി കുറേ വർഷങ്ങൾ കളിച്ച് സൗത്ത് ഇന്ത്യക്ക് വേണ്ടി. 1969 ഞാൻ തിരിച്ചിവിടെ വന്ന് എറണാകുളം നാഷണൽസ് ഹോക്കി നാഷണൽസിൽ എനിക്ക് കേരള ടീമിനെ ഞാൻ കളിച്ചു. അന്ന് കേരള ടീമിനെ കളിച്ച് 1971 വരെ കളിച്ച്. 71-72 ജലന്ധർ നാഷണൽ ഞാൻ കേരള ഹോക്കി സ്റ്റേറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാണ്.
തിരുക്കൊച്ചി ഡിസ്ട്രിക്ട് ടീമിന് ഹോക്കിയും ഫുട്ബോൾ സീനിയർ കളിച്ചിട്ടുണ്ട്. എറണാകുളം ഡിസ്ട്രിക്ട് ഹോക്കിയും ഫുട്ബോൾ സീനിയർ ടീമിൽ കളിച്ചിട്ടുണ്ട്. എറണാകുളം ഡിസ്ട്രിക്ട് സീനിയർ ഹോക്കിയും ടീമും ഫുട്ബോൾ ടീമും കോച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്ലബ്സ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, ഒരുപാട് ടൂർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയും വരാം. അന്ന് നമ്മൾ ഒരുപാട് പ്ലേയേഴ്സ് കളിക്കാനൊരു ജോലിയുണ്ട്. SBT, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, FACT, പ്രീമേറ്റൈസ്, ഒരുപാട് ടീംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യം ഇപ്പം നമുക്ക് പ്ലേയേഴ്സ് ഈ കൊണ്ടുവന്ന ISL കളിച്ചെങ്കിൽ ആർക്കും വേണ്ടത് അവർ രാജ്യത്തന്നെ വേണ്ട കളിക്കാർ, ക്ലബിന് വേണ്ടാത്ത കളി ഇവിടെ കൊണ്ട് ബിസിനസ് അവർ കൊണ്ട് ഉയർത്തിയിട്ട് നമ്മൾ പിള്ളേർ പുറത്തിരിക്കണം. കേരളത്തെ സ്ഥിതി നോക്കി 2-3-4 സന്തോഷ് ട്രോഫി ചോദിച്ചാൽ എന്താ ഒരു മലയാളി പ്ലെയർ ബ്ലാസ്റ്റേഴ്സിലില്ല. എന്താ കാര്യം? നശിന് പോണ ഫുട്ബോൾ ചാൻസസ് ഇല്ല, പ്ലേയേഴ്സിന് കളിക്കാനുള്ള ചാൻസ് ഇല്ല. പണ്ട് ഫുട്ബോൾ കളിച്ച പ്ലേയേഴ്സ്, സ്റ്റേറ്റ് കളിച്ച പ്ലേയേഴ്സ്, ഇന്ത്യ കളിച്ച പ്ലേയർ മാത്രം കോച്ചിങ്ങിന് സെലക്ഷൻ പോകാൻ ലൈസൻസ്. ഇപ്പോൾ ഫുട്ബോളാടി 25,000 കൊടുത്ത കോച്ചായി. ഇനി എങ്ങനെ നന്നാവും പറ? ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നോ, കളിച്ച് മേടിക്കും. ഞാൻ കളിച്ചാണ്, എന്നെ ആരും റെക്കമെൻഡ് ചെയ്തില്ല, എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ എൻ്റെ പ്ലേയേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ കഴിവുകൊണ്ട് മേടിച്ചോ. പക്ഷേ ഇവിടെ അവരാൾക്കാർ സെലക്ഷൻ കൊടുക്കുള്ളൂ, കളിക്കുന്ന സെലക്ഷൻ കൊടുക്കില്ല. എന്നിട്ട് എന്താ കേരള സ്ഥിതി നോക്കി ഫസ്റ്റ് റൗണ്ട് തോറ്റുകൊണ്ട് പിള്ളേരൊന്നും എല്ലാം ഈ അക്കാഡമി പൈസ കൊടുത്താൽ നമുക്ക് ഫുട്ബോൾ, പൈസ ഇല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പറ്റും.